ഞാൻ രൂപേഷ്, ഇതെൻ്റെ വൈഫ് നീതു. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. ഞങ്ങൾ ട്രിവാൻഡ്രത്തെ പേരൂർക്കടയ്ക്കടുത്തുള്ള വാഴയിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. 2020 ഇതൊരു ബിൽഡറുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വെച്ച വീട് വാങ്ങിക്കുകയായിരുന്നു. ബിൽഡർ ചെയ്തതല്ലാതെ നമ്മളായിട്ട് ഒരു കോൺട്രിബ്യൂഷനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടേതായ ഇഷ്ടത്തിന് എന്തെങ്കിലും വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലിവിങ് ഡൈനിങ് റൂം പാർട്ടീഷൻ ഉണ്ടായിരുന്നില്ല. സ്റ്റോറേജ് സ്പേസിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് നമുക്ക് അടുക്കളയിൽ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് വെക്കാനുള്ള സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ നമ്മളത് പുറത്ത് വെക്കണം, ആൾക്കാരെ കാണുന്നിടത്ത് വെക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്തായിരുന്നു. ഫിഷോ മീറ്റോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ, അത് കട്ട് ചെയ്യാനും കുക്ക് ചെയ്യാനും എല്ലാം എല്ലാം അടുക്കളയിൽ നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ലടിക്കുക, അങ്ങനത്തെ പുറത്തോട്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ സ്മെല്ലടിക്കുന്നു, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഫീലായപ്പോൾ നമുക്ക് ഒരു വർക്ക് ഏരിയയും കൂടെ അഡീഷണൽ ചെയ്യണമെന്ന് തോന്നി. സ്ട്രക്ചറിൽ അധികം ചേഞ്ച് ചെയ്യാതെ തന്നെ നമുക്കൊരു ലുക്ക് ആൻഡ് ഫീൽ മാറ്റണം എന്ന ഒരു തോട്ടിലാണ് നമ്മളുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും വൈഫും കൂടെ ആലോചിച്ചു. അപ്പോൾ നല്ലൊരു ഇൻറ്റീരിയർ ഡിസൈനറെ കണ്ടുപിടിച്ച് അവർക്ക് ആ വർക്ക് കൊടുത്തിട്ട് നമ്മളുടേതായ എല്ലാ റിക്വയർമെൻറ്റ്സും പറഞ്ഞ് അവരെ കൊണ്ട് അത് നമുക്ക് ഇഷ്ടപ്പെടുന്ന സാറ്റിസ്ഫൈ ആവുന്ന ഒരു തലത്തിലേക്ക് അതിനെത്തിക്കാനായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. വീടിൻ്റെ ഡിസൈൻ മാറ്റണമെന്ന് വിചാരിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങൾ കുറേ ഗൂഗിളിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഒരുപാട് സെർച്ച് ചെയ്ത് തുടങ്ങി. ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണുമ്പം ഇഷ്ടപ്പെടുന്നതെല്ലാം നമ്മൾ സെർച്ച് ചെയ്തതൊക്കെ സേവ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ലൈക്ക് ഹൗ ഇറ്റ് ഷുഡ് ബി, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഞങ്ങളുടെ ലിവിങ് റൂം, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം കിച്ചൺ ഡിസൈൻ ചെയ്യുന്നതെന്ന് ഞങ്ങൾ ആദ്യമേ ഒന്ന് റിസർച്ച് ചെയ്തെടുത്ത് വെക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ആൾക്കാർ നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചു. ഡിസൈനേഴ്സ് വീട്ടിൽ വന്നു. അവരുടെ വേ ഓഫ് ഡൂയിങ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ലൈക്ക് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു, ഒരു മെഷർമെൻ്റ് എടുക്കുന്നു, കൊട്ടേഷൻ തരുന്നു എന്നൊരു മോഡിലായിരുന്നു. ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല വാട്ട് ഇസ് ഗോയിങ് ടു ബി എക്സിക്യൂട്ടഡ് എന്ന്. എത്രയാണ് നിങ്ങളുടെ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിന് ചെയ്ത് തരാമെന്നുള്ളൊരു മോഡിലായിരുന്നു എല്ലാവരും പറഞ്ഞത്. അങ്ങനെ ഒരു 2-3 ടീം വന്ന് ഓൾറെഡി വീടെല്ലാം നോക്കി പോയതായിരുന്നു. സ്റ്റിൽ വി വർ നോട്ട് ലൈക്ക് സാറ്റിസ്ഫൈഡ്. ജസ്റ്റ് ഒരു എമൗണ്ട് ബേസിലായിരുന്നു എല്ലാം പോയിക്കൊണ്ടിരുന്നത്. എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഫേസ്ബുക്കിൽ നിന്ന് ഫെബീനെയും അഖിലയുടെയും ഡിവൈൻ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ പറ്റി ഒന്ന് അറിയാൻ പറ്റിയത്. അപ്പം ഞങ്ങൾ ഗൂഗിൾ റിവ്യൂസും എല്ലാം പോയി ചെക്ക് ചെയ്തപ്പം ഐ ഫൗണ്ട് ഇറ്റ് വെരി ഗുഡ്. അങ്ങനെ അഖിലയായിട്ട് ഞാൻ നേരിട്ട് വിളിച്ച് സംസാരിക്കുകയായിരുന്നു. അന്ന് തന്നെ അവർ വീട്ടിൽ വരികയും ഓപ്പൺ കോൺവെർസേഷൻ ആയിരുന്നു തുടക്കത്തിൽ തന്നെ, വിച്ച് ഐ ഫെൽറ്റ് റിയലി ഗുഡ്. ബിക്കോസ് ബാക്കിയുള്ള ടീമായിട്ട് പോകുമ്പോഴേക്ക് ദേ ജസ്റ്റ് വാണ്ട് ടു നോ ദ റിക്വയർമെൻറ്റ്സ് ആൻഡ് ദേ ലൈക്ക് ബ്ലൈൻഡ്ലി ഗോയിങ് ആൻഡ് ടേക്കിംഗ് മെഷർമെൻറ്റ്സ്. ഇവിടെ അതായിരുന്നില്ല കേസ്. ഞങ്ങളുടെ എല്ലാ റിക്വയർമെൻറ്റ്സും അവർ മനസ്സിലാക്കുകയും ഏത് ലെവലിൽ വേണമെന്ന് മനസ്സിലാക്കുകയും ഈവൻ അവരുടെ ഒരുപാട് ഐഡിയാസ് നമുക്ക് പറഞ്ഞു തരികയും ഞങ്ങളുടെ തോട്ട് പ്രോസസ്സ് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു വലിയ ഹെൽപ്പ് തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് മെഷർമെൻറ്റ്സ് എല്ലാം എടുത്ത്, ആൻഡ് ദ വെരി ഇൻട്രസ്റ്റിംഗ് പാർട്ട് വാസ് ദേ കെയിം വിത്ത് എ ഡിസൈൻ. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു വാട്ട് വി ആർ ഗോയിങ് ടു ഗെറ്റ് എന്നുള്ളത്. ഒരു കൊട്ടേഷൻ കിട്ടുന്നതിന് മുന്നേ ഹൗ ആർ ഹോം ഇസ് ഗോയിങ് ടു ലുക്ക് ലൈക്ക് വൺസ് ദിസ് ഇസ് ഫിനിഷ്ഡ് എന്നുള്ളൊരു ഐഡിയ ഞങ്ങൾക്ക് ആദ്യമേ അവർക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. ഈ തന്ന ഡിസൈനിൽ തന്നെ ഞങ്ങൾക്ക് കുറച്ച് ചെറിയ ചെറിയ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ അവരോട് ഓപ്പൺലി സംസാരിക്കാനും അതെല്ലാം അവർക്ക് റീവർക്ക് ചെയ്ത് ഞങ്ങൾക്ക് തരാനും എല്ലാം ദേ വർ വെരി ഹെൽപ്ഫുൾ. നോട്ട് ഓൺലി ദാറ്റ്, ഫെബി ആൻഡ് അഖില എന്താ വ്യത്യസ്തമായെന്ന് പറഞ്ഞാൽ ഒരു കോൺവെർസേഷൻ ആയിരുന്നു. ദേ വേ ലൈക്ക് ഫാമിലി. നമ്മുടെ കൂടെ വന്നിരുന്ന് ഞങ്ങളൊരു ഐഡിയ പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, ഇതായിരിക്കും നിങ്ങൾക്ക് നല്ലത്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഇതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഇന്ന മോഡലായിരിക്കും നല്ലത് എന്ന രീതിക്ക് ഞങ്ങളെ തിരുത്താൻ കൂടി അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. വിച്ച് വാസ് വെരി ഹെൽപ്ഫുൾ ഇൻ ആ കേസ്. ഞങ്ങളുടെ ഡിസൈനും അതിനനുസരിച്ച് നന്നായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റിയായിരുന്നു. അതിനെ ബേസ് ചെയ്ത് ഒടുവിൽ വി കെയിം ലൈക്ക് വിത്ത് എ വെരി ഗുഡ് ഡിസൈൻ. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്. സോ ഞങ്ങൾക്കറിയാം വാട്ട് വി ആർ കമ്മിറ്റിംഗ് or how much we are going to invest in this and how this is going to look എന്ന് ഞങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് കെയിം കംപ്ലീറ്റ്ലി ആസ് വി ഇമാജിൻഡ് ആൻഡ് ആസ് വി പ്ലാൻഡ്. അതാണ് ഞങ്ങൾക്ക് കുറച്ചും കൂടി പ്രോമിസിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആയിട്ടും തോന്നി അവരുടെ ഒരു USP എന്ന് പറയുന്നത്. ഡിസൈൻ ഫിക്സ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇപ്പോൾ മെറ്റീരിയൽ സെലക്ഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ ഏതൊരു ചെറിയ പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും ഫെബിയും അഖിലയും ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും ഉണ്ടായിരുന്നു. അവരുടെ ഒരു ഇൻപുട്ട് എടുത്തിട്ടാണ് നമ്മളെല്ലാം ചെയ്തത്. നമുക്ക് പഴയ കിച്ചൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീൻ കളർഡ് കിച്ചൺ ആയിരുന്നു. ഇപ്പം ലാമിനേറ്റ് സെലക്ഷൻ്റെ സമയത്ത് ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒരു വാം ടോൺ വരുന്ന രീതിക്കുള്ള ഒരു കിച്ചണായിട്ട് മാറണം. ലൈക്ക് കുറച്ചും കൂടി ഒരു കാം എഫക്ട്സ് വരുന്ന
രീതിക്ക് വേണമെന്നുണ്ടായിരുന്നു. ലാമിനേറ്റ് സെലക്ഷൻ്റെ സമയത്തൊക്കെ അവരുടെ ഇൻപുട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതേപോലെ ടൈൽ സെലക്ഷൻ്റെ സമയത്ത് അവർ ഞങ്ങളുടെ കൂടെ വരികയും ഇന്ന ലാമിനേറ്റിന് ഈ പറഞ്ഞ ടൈൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഡിസൈൻസ് കുറച്ചുകൂടി നന്നാവുകയും എന്നുള്ള ഒരുപാട് ഇൻപുട്സ് തന്നായിരുന്നു. ഇനീഷ്യലി കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നെങ്കിലും വൺസ് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പം അത് നന്നായിട്ട് ജെല്ലായി പോകുന്നുണ്ടായിരുന്നു. ഈവൻ ഞങ്ങളുടെ ഒരു ഞങ്ങൾ ഉദ്ദേശത്തിനേക്കാളും ഒരുപാട് നന്നായി അത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ലിവിങ്ങിലാണെങ്കിലും അവിടെയുള്ള ഈവൻ ഒരു പെയിൻറ്റിങ് ആണെങ്കിൽ പോലും ഞങ്ങൾ അഖിലയെടുത്തും ഫെബിയെടുത്തും ചോദിച്ച് അവരുടെ ഇൻപുട്സ് എടുത്തിട്ടായിരുന്നു എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഓവറോൾ ഞങ്ങൾ പെർസീവ് ചെയ്ത ഒരു ഹോം ലൈക്ക് കുറച്ച് കാം വൈബ്സ് വരുന്ന എന്നാൽ എസ്തെറ്റിക്കലി പ്ലീസിങ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഹോമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. ഇപ്പം ഫെബി ആൻഡ് അഖില അവരുടെ ഒരു ത്രൂ ഔട്ട് ഒരു കോർപ്പറേഷൻ വെച്ച് ഞങ്ങൾക്കത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റി. ആൻഡ് വിത്തിൻ ദ ടൈം ഫ്രെയിം വിത്തിൻ ദ ബഡ്ജറ്റ് ഞങ്ങൾക്കത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റി. സോ അതിന് അഖില ആൻഡ് ഫെബി വി ആർ വെരി മച്ച് താങ്ക്ഫുൾ ഡിവൈൻ ക്രിയേറ്റേഴ്സ് ടീം. വീടിൻ്റെ ഒരു സെക്ഷനാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ചെയ്തേക്കുന്നത്. വി ഡു ഹാവ് എ ലോട്ട് മോർ പ്ലാൻസ്. സോ ഗോയിങ് ഫോർവേഡ് അതിൽ ഞങ്ങൾ എന്തായാലും അവരെ ഇൻക്ലൂഡ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ഒരു കാം അല്ലെങ്കിൽ ഈ ഒരു വൈബ് തന്നെ ഞങ്ങൾക്ക് മുകളിലോട്ടേക്കും വീടിൻ്റെ മുകളിലോട്ടേക്കും മാറ്റി വീടിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറിലേക്ക് ഇത് കൊണ്ടുവരണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. സോ വിൽ ബി ഡെഫിനറ്റ്ലി കമ്മിങ് ബാക്ക് ടു ദെം and we'll be definitely referring them to anyone who asks us.